Today I am going to discuss the portion Illegal Association of Module 1 of Corporate Regulation. Illegal association. It is defined in Section 464 of Companies Act 2013. Illegal association means an association which is not legal. How can an association become illegal? If in an association the number of members, maximum number of members exceed 100 and that particular association is existing for the purpose of profit making, then that association is known as illegal association. അതായത് ഇപ്പോൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അവരുടെ മെമ്പേഴ്സ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 100-ൽ കൂടുതലാവുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം അവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 100-ൽ കൂടുതലാവുകയും ആൻഡ് ആ പർട്ടിക്കുലർ അസോസിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണെങ്കിൽ then that type of association or partnership firm is known as illegal association. ഓക്കെ, ഒരു കാരണവശാലും ആ അസോസിയേഷൻ എന്ന് പറയുന്നത് നിലകൊള്ളുന്നത് ചാരിറ്റബിൾ പർപ്പസിനോ അല്ലെങ്കിൽ ആർട്സ്, സയൻസ്, സ്പോർട്സ് അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പർപ്പസിൻ്റെയൊക്കെ പ്രൊമോഷനോ വേണ്ടിയിട്ടല്ല എങ്കിൽ ദെൻ അത്തരത്തിലുള്ള അസോസിയേഷൻ അവിടെ എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സേ ആകാൻ പാടുള്ളൂ? 100 മെമ്പേഴ്സേ ആകാൻ പാടുള്ളൂ അക്കോർഡിംഗ് ടു സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013. It is applicable only to the organization which is doing business and make profit. അപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടെ ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസോസിയേഷൻസിനാണ് ഏത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് 2013. അവിടെ 100-ൽ കൂടുതൽ മെമ്പേഴ്സ് ആവുകയാണെങ്കിൽ then that association become illegal association. ഓക്കെ, താഴെ നിങ്ങൾ കാണുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ് റൂൾ നോട്ടിഫൈ 50 മെമ്പേഴ്സ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു ഒരു അസോസിയേഷനിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 50 മെമ്പേഴ്സ് ആണെന്ന് പറയുന്നു. ഓക്കെ, ദെൻ യു ഹാവ് എ ഡൗട്ട് റിഗാർഡിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ആൻ അസോസിയേഷൻ വെദർ ഇറ്റ് ഈസ് 100 or 50. ഓക്കെ, ഐ വിൽ ക്ലാരിഫൈ ദാറ്റ് പെർട്ടിക്കുലർ ഡൗട്ട്. അതായത് സെൻട്രൽ കമ്പനീസ് ആക്ട് 2013 464 മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ആൻ അസോസിയേഷൻ എന്ന് പറയുന്നത് 100 ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, അതിൽ തന്നെ കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യാം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ടു ആൻ അസോസിയേഷൻ്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ ഇറക്കാം, എത്ര വേണം എന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഇറക്കാം വിത്തൗട്ട് അമെൻഡിങ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്യാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഡിസിഷൻ എടുക്കാം. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് ലേറ്റർ ഡിസൈഡ് ദ മാക്സിമം നമ്പർ മെമ്പേഴ്സ് ടു ആൻ അസോസിയേഷൻ ടു 50. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? ലേറ്റർ അവർ തീരുമാനിച്ചു 50 മെമ്പേഴ്സാണ്, 50 മെമ്പേഴ്സ് മതി ഒരു അസോസിയേഷനിൽ എന്ന് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തു. അക്കോർഡിംഗ് ടു ദാറ്റ് ഇപ്പോൾ എത്ര മെമ്പേഴ്സ് മതി ഇല്ലെങ്കിൽ ഇപ്പോൾ എത്ര മെമ്പേഴ്സാണ് ടു ആൻ അസോസിയേഷൻ വേണ്ടുന്ന എത്ര മെമ്പേഴ്സാണ്? 50 മെമ്പേഴ്സാണ് വേണ്ടത്. അത് 50-ൽ കൂടിക്കഴിഞ്ഞാൽ ആ അസോസിയേഷൻ എന്തായി മാറും? ദാറ്റ് ബിക്കം ആൻ ഇല്ലീഗൽ അസോസിയേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ 50 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, 2 മെമ്പേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, 52 ആയി. അപ്പോൾ അതെന്താ അസോസിയേഷനായി മാറിക്കഴിഞ്ഞു? ഇല്ലീഗൽ അസോസിയേഷനായി മാറിക്കഴിഞ്ഞു. ഓക്കെ, വൺസ് ഒരു അസോസിയേഷൻ ഇല്ലീഗൽ ആയിക്കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിരിക്കും. അതായത് 52 ആയി കഴിഞ്ഞു, 52-ൽ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും 2 മെമ്പേഴ്സ് മാറിക്കഴിഞ്ഞ് 50 ആയി. ഓക്കെ, 50 ആയി കഴിഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ദെൻ ദാറ്റ് അസോസിയേഷൻ ബിക്കം ലീഗൽ ഓർ ഇല്ലീഗൽ അസോസിയേഷനായി മാറും? ലീഗൽ അസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ലീഗലാവുമോ അതോ ഇല്ലീഗലാവുമോ എന്ന് ചോദിച്ചാൽ മൈ ആൻസർ ഈസ് ഇല്ലീഗൽ അസോസിയേഷൻ. അതായത് വൺസ് ഒരു അസോസിയേഷൻ ഇല്ലീഗൽ ആയിക്കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അതായത് 52 ആയിക്കഴിഞ്ഞു, അതിൽ നിന്ന് പിന്നീട് 2 മെമ്പേഴ്സ് പോയാലും പോയില്ലേലും ആ അസോസിയേഷൻ എന്താണ്? ഇല്ലീഗൽ അസോസിയേഷനാണ്. ഒരിക്കൽ ഇല്ലീഗൽ അസോസിയേഷൻ ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്
എക്സംഷൻസ് ടു ദ റൂൾ ഓഫ് 464. ഓക്കെ, എക്സംഷൻസ് ടു റൂൾ ഓഫ് 464 എന്ന് പറയുമ്പം 464 പറയുന്നു എത്ര മെമ്പേഴ്സാണ് ഒരു അസോസിയേഷനിൽ വേണ്ടുന്നതെന്ന് പറയുന്നു. ലീഗൽ അല്ലെങ്കിൽ ആ അസോസിയേഷൻ ലീഗൽ അസോസിയേഷൻ ആകാൻ 100 മെമ്പേഴ്സാണ്. 100ൽ കൂടുതലായി കഴിഞ്ഞാൽ ആ അസോസിയേഷൻ എന്തായി മാറുന്നു? ഇല്ലീഗൽ അസോസിയേഷനായി മാറുന്നു. ബട്ട് ലേറ്റർ അതിനെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആണ്. കാരണം കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഡിസിഷൻ എടുക്കാം വിത്തൗട്ട് അമെൻഡിങ് കമ്പനീസ് ആക്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് ഇപ്പോൾ എത്ര മെമ്പേഴ്സാണ് മാക്സിമം വേണ്ടത് ടു ആൻ അസോസിയേഷൻ എന്ന് പറയുന്നത് 50 ആണ്. ദെൻ എക്സംഷൻസ് ടു ദ റൂൾ ഓഫ് 464 എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇപ്പോൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഒരു ഹിന്ദു ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ 50 മെമ്പേഴ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ദാറ്റ് ഈസ് അതൊരിക്കലും ഇല്ലീഗൽ അസോസിയേഷനായി മാറുന്നില്ല. പക്ഷേ 2 HUF ചേർന്ന് 50ൽ കൂടുതലാകാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു HUF-ൽ 30 മറ്റൊരു HUF-ൽ 30 കൂടെ ചേർന്നിട്ട് 60 ആണ് ആയിക്കോട്ടെ, 60 ആകുന്നു. ഓക്കെ, ദെൻ അതെന്തായി മാറും? ഇല്ലീഗൽ അസോസിയേഷനായി മാറും. അതായത് ഒരു HUF-ൽ 50ൽ കൂടുതലായി കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം, അതൊരിക്കലും ഇല്ലീഗൽ അസോസിയേഷനായി മാറുന്നില്ല. പക്ഷേ 2 HUF ചേർന്നിട്ട് 50ൽ കൂടുതലായി കഴിഞ്ഞാൽ ദെൻ ദാറ്റ് HUF ബിക്കം ഇല്ലീഗൽ അസോസിയേഷൻ. നെക്സ്റ്റ്, അസോസിയേഷൻ ഗവേൺഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്. ഇപ്പം an association which is governed under special act exceed 50 members, then that is not an illegal association. These are the 2 assumptions to the rule of 464. Next, effects of illegal association. Every member is personally liable for all liabilities of the business. അതായത് ഓരോ മെമ്പറും ആ ബിസിനസ്സിലുള്ള വൺസ് ഇല്ലീഗൽ ആയിക്കഴിഞ്ഞാൽ അതിൽ ഓരോ മെമ്പേഴ്സും പേഴ്സണലി ഓരോരുത്തരും എന്താണ്? ലയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് കനോട്ട് എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അതായത് അത്തരത്തിലുള്ള ഒരു ഇല്ലീഗൽ അസോസിയേഷന് ഒരു വാലിഡ് കോൺട്രാക്റ്റിലും എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് സ്യൂ ഓർ ബി സ്യൂഡ്. അതായത് അത്തരത്തിലുള്ള ഒരു അസോസിയേഷന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദേ കനോട്ട് ഫയൽ എ കേസ്. അവർക്ക് ഒരു കേസ് ഫയൽ ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ അവർക്കെതിരെ മറ്റൊരു വ്യക്തിക്ക്, ഒരു തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് കാരണം എന്താണ്? ഒരിക്കലും ഒരു ഇല്ലീഗൽ അസോസിയേഷൻ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് കനോട്ട് വൈൻഡ് അപ്പ് അണ്ടർ ദ ആക്ട്. ഈ ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം അവർക്ക് ഒരിക്കലും വൈൻഡ് അപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 464 കമ്പനീസ് ആക്ട്, ഈച്ച് മെമ്പർ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ക്യാരിങ് ബിസിനസ് ആൻഡ് സച്ച് അസോസിയേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് പണിഷബിൾ വിത്ത് അപ് ടു ₹1 lakh. അതായത് ഇല്ലീഗൽ അസോസിയേഷൻ ആയിക്കഴിഞ്ഞാൽ അതിൽ ഓരോ മെമ്പേഴ്സും ലയബിൾ ആണ് ടു പേ എ ഫൈൻ ഓഫ് ₹1 lakh. ഓരോരുത്തരും ₹1 lakh വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാകുന്നു വൺസ് ഇല്ലീഗൽ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ വൺസ് മോർ ഞാൻ എന്താണ് ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയാം. ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയുമ്പം അസോസിയേഷൻ വിച്ച് ഈസ് നോട്ട് ലീഗൽ. എങ്ങനെ ഇല്ലീഗൽ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ മെമ്പേഴ്സ് ടു ആൻ അസോസിയേഷൻ എക്സീഡ് 100 അക്കോർഡിംഗ് ടു സെക്ഷൻ 464 ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് ദറ്റ് പർട്ടിക്കുലർ ബിസിനസ് ഈസ് എക്സിസ്റ്റിംഗ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ ദെൻ ദാറ്റ് അസോസിയേഷൻ ഈസ് നോൺ ആസ് ഇല്ലീഗൽ അസോസിയേഷൻ. ലേറ്റർ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ദ മാക്സിമം നമ്പർ ടു 50 and it is allowed according to Companies Act 2013. Companies Act 2013 allowed ആണ്. അവർ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? വിത്തൗട്ട് അമെൻഡിങ് കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്യാതെ തന്നെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ, ഒരു അസോസിയേഷനിലേക്ക് വേണ്ടുന്ന മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാമെന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 50 എബോവ് ആയിക്കഴിഞ്ഞാൽ ആൻഡ് ദാറ്റ് എക്സിസ്റ്റിംഗ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ ഇല്ലീഗൽ അസോസിയേഷൻ ആയിട്ട് മാറും. ആൻഡ് എക്സംഷൻസ് ഉണ്ട് ഈ റൂൾ 464. അതായത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പേഴ്സ് 50 എബോ ആയിക്കഴിഞ്ഞാലും അതൊരിക്കലും ഇല്ലീഗൽ അസോസിയേഷൻ ആകുന്നില്ല. പക്ഷേ 2 HUF ചേർന്നിട്ട് 50 എബോ ആയിക്കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ അസോസിയേഷൻ ആകും. അതുപോലെ അസോസിയേഷൻ ഗവേൺഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള അസോസിയേഷൻ 50 എബോ മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാലും
ദർ ഇസ് നോ പ്രോബ്ലം, അവർ ഇല്ലീഗൽ അസോസിയേഷൻ ആകുന്നില്ല. ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓരോ മെമ്പേഴ്സ് ഇല്ലീഗൽ അസോസിയേഷൻ ആയിക്കഴിഞ്ഞാൽ അതിൽ ഓരോ മെമ്പേഴ്സും പേഴ്സണലി ലയബിളാണ്. ദേ കനോട്ട് എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്ട് ആൻഡ് ഇറ്റ് കനോട്ട് സ്യൂ ഓർ ബി സ്യൂഡ്. അവർക്ക് എതിരെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കും ആർക്കെതിരെയും കേസ് കൊടുക്കാൻ പറ്റത്തില്ല, അതുപോലെ അവർക്കെതിരെയും ആർക്കും കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് കനോട്ട് വൈൻഡ് അപ്പ് അണ്ടർ ദ ആക്ട്. ആൻഡ് ഓരോ വ്യക്തിയും 1,00,000 രൂപ വെച്ച് ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ഇല്ലീഗൽ അസോസിയേഷൻ ആയിക്കഴിഞ്ഞാൽ. ഓക്കെ.